അത് തുടർന്നുള്ള നാളുകളിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങളോടത് ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. ഞാനത് വിശദീകരിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. അത് വിശദീകരിക്കാനുള്ള സ്ഥലം ഇതല്ല, വേറെ സ്ഥലത്ത് അത് വിശദീകരിക്കും. ഇതിപ്പോ കേന്ദ്ര കമ്മിറ്റി സംബന്ധിച്ച് ഏതെങ്കിലും മണ്ഡലങ്ങളെ തൊട്ടിട്ട് ഇങ്ങനെ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. തോൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ തോൽക്കുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച, അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂട്ടത്തിൽ പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം. ആ തെറ്റുകുറ്റങ്ങൾ മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളുമുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പരിപാടി നടപ്പാക്കാനാണ് ഈ ബംഗാളിലും കേരളത്തിലും എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ബാക്കി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അവിടെ തീരുമാനിക്കേണ്ടതാണ്. അല്ല, ആ കാര്യങ്ങളെല്ലാം പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും, വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അവിടെയാണ് അത് സംബന്ധിച്ച്. ഇത് വ്യക്തികൾക്ക് വീഴ്ചയുണ്ടോ? വ്യക്തികൾ ചേർന്ന പാർട്ടിക്കല്ലേ വീഴ്ചയുണ്ടാകുന്നത്. പാർട്ടിക്ക് വീഴ്ചയുണ്ടാകുന്നത് ആ പാർട്ടിയിലുള്ള പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓരോന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ വരും. അങ്ങനെ ആലോചിച്ച് സ്വയം വിമർശനം നടത്തേണ്ടതില്ലാത്തവരായിട്ട് ആരും പാർട്ടിയിലില്ല. ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ നമ്മുടെ കഴിവ് മുഴുവൻ എടുത്ത് പ്രവർത്തിച്ചോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ബ്രാഞ്ചിലെ മെമ്പർക്കും സ്വയംവിമർശനം നടത്തേണ്ടി വരും. എനിക്ക് കുറച്ചും കൂടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു, ജയിച്ചു കഴിഞ്ഞു, ഈ മണ്ഡലമല്ലേ, നമ്മുടെ മണ്ഡലമല്ലേ ഇത്, വലിയ പ്രശ്നമില്ല. അപ്പോൾ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെയുള്ളവരുടെ പ്രവർത്തനത്തിൽ വലുതും ചെറുതുമായ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ എല്ലാവരുടെ ഭാഗത്തും ഒരേ തോതിലുള്ളതല്ല. പോരായ്മകൾ ഓരോരുത്തർക്കും പറ്റിയത് വ്യത്യസ്ത തോതിലായിരിക്കും. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി എപ്പോഴും ചെയ്യാറുള്ളത്. പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ഈ നേതാവെന്ന് പറയുന്ന ഒരു പ്രയോഗം ആശയവിനിമയത്തിന് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണത്.